പത്തനംതിട്ട പന്തളം പറന്തൽ കരിങ്ങാലി വലിയ തോട് ശുചീകരണത്തിന് മുന്നോടിയായി സ്ട്രീം വാക്ക് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ 5000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാർച്ച് 2-നാണ് വലിയ തോട് നവീകരിക്കുന്നത്. വെള്ളക്കൊടി കൈകളിലേന്തി നടന്നു വരുന്നുണ്ടേ, ഈ നാടിൻ യുവത നടന്നു വരുന്നുണ്ടേ, ഈ നാടിനു തെളിനീരേകാൻ യുവത വരുന്നുണ്ടേ, വെള്ളക്കൊടി കൈകളിലേന്തി നടന്നു വരുന്നുണ്ടേ. വീണ്ടെടുക്കാം വലിയ തോടിനെ, കൈകോർക്കാം തെളിനീരിനായി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പന്തളത്തെ വലിയ തോടിൻ്റെ പ്രതാപം വീണ്ടെടുക്കാനൊരുങ്ങുകയാണ് ഒരു നാട്. ഇതിനു മുന്നോടിയായാണ് ഡിവൈഎഫ്ഐ സ്ട്രീം വാക്ക് സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഈ തോടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. വലിയ തോടെന്ന പേര് മാത്രമാണുള്ളത്. ഇടുങ്ങിയ ജലം നന്നായി ഒഴുകാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ആ തോടിന്റെ സ്ഥിതി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡും നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി 2-ാം തീയതി ഒരു ദിവസം പൂർണ്ണമായി നിന്ന് വൃത്തിയാക്കി ആ തോടിനെ സംരക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അരുവി നടത്തം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച അരുവി നടത്തത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മാർച്ച് 2-നാണ് 5000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോട് ശുചീകരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.